ഞാനിവിടെ പരിചയപ്പെടുന്നത് നമ്മുടെ ഉഷ, എൻ്റെ വാർഡിലായതുകൊണ്ട് പരിചയപ്പെടുന്നതല്ല, നമ്മുടെ ഈ കേരളത്തിന് മാതൃകയാക്കാവുന്ന ഒരു സ്ത്രീയാണ് ഉഷ കോമലത്ത്. അവര് ഒരു കുട്ടി ജനിച്ചു, ഭർത്താവിൻ്റെ ഒരു സഹായം ഇല്ലാതെ, സ്വന്തമായൊരു കൊണ്ട് ഭൂമി പോലും ഇല്ല, ഒരു വീടില്ല. അവരുടെ 1.5 സെന്റ് ഭാഗത്ത് തകര ഷീറ്റൊക്കെ അടിച്ച ഒരു ഷെഡിൽ കഠിനാധ്വാനം ചെയ്ത് തൻ്റെ മകനെ പഠിപ്പിച്ച് JNU യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിൽ PhD എടുത്ത് ഡോക്ടറാക്കിയ ഒരു ചരിത്രം. നമുക്കൊക്കെ വിദ്യാഭ്യാസ ലോൺ കിട്ടുന്നത് അങ്ങനെ എന്തെല്ലാം കിട്ടിയിട്ടും കുട്ടികളെ പഠിപ്പിക്കാനും മറ്റേതും പാരന്റിങ് ശരിയില്ലാന്ന് ഞാൻ പറയുള്ളൂ. ഇവിടെ അതിന് മാതൃക കുറെ ആളുകളുണ്ട്. അപ്പൊ ഞങ്ങൾ തണലിന്റെ പ്രവർത്തകർ നമ്മുടെ പിള്ളേരൊക്കെ കൂടിയിരുന്ന് പറഞ്ഞു. അപ്പൊ ചെയ്യും +A+, 2A+ തന്നെ എല്ലാ വളണ്ടിയേഴ്സും അപ്പജാത വിളിക്കും. എൻ്റെ മകൻ വിളിക്കുന്ന പോലെ തന്നെ അവർ വിളിക്കും. എനിക്ക് അവരൊക്കെ മകനെ പോലെ തന്നെ, മക്കളെ പോലെ. അവർ നമ്മൾ അവരെ ഒന്നും ആദരിച്ചിട്ട് കാര്യമില്ല. അവരൊക്കെ ഇഷ്ടംമാതിരി പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല ഒക്കെ ആദരിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു അർത്ഥമല്ലേ? അതൊക്കെ ഒരു ബേസിക് 10ാം ക്ലാസ് +2 എന്നൊക്കെ പറഞ്ഞ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അത് മോശമെന്നല്ല കേട്ടോ പറഞ്ഞത്. +2 മോശമെന്നല്ല ഞാൻ പറയേണ്ട അർത്ഥം. അതല്ല, ഇങ്ങനെ വേറിട്ട ചില ആളുകളുടെ ജീവിത രീതിയുണ്ട്, അതാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവരെയാണ് ആദരിക്കേണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ശരിയാണ്. ഞങ്ങൾ ഇതിക്ക് മുന്നേ തണൽ മന്ദിരി നമ്മുടെ HIV രോഗികൾക്ക് വേണ്ടി നടത്തുന്ന ഇതിൽ വെച്ചിട്ട് നമ്മൾ ഈ MBBS കുട്ടികളെയൊക്കെ ആദരിച്ചിട്ടുണ്ട്. എൻട്രൻസ് കിട്ടി MBBS ചേർന്ന സമയത്ത് അവർ പലരും പലപ്പോഴായിട്ടാണ് MBBS പൂർത്തീകരിച്ചത്. അപ്പോൾ നമുക്കറിയാം, അതേപോലെ സാധാരണ കുടുംബത്തിൽ നിന്ന് ഷീനയുടെ മകനൊക്കെ നമ്മൾ അങ്ങനെ ആ ക്ലാസ്സിൽ ചേർന്നപ്പോൾ MBBS ചേർന്നപ്പോൾ നമ്മൾ ആദരിച്ചിട്ടുണ്ട്. പക്ഷേ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു MBBS കഴിഞ്ഞിട്ട് നമുക്ക് ആദരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു വേദിയിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഇവർ പറഞ്ഞപ്പോൾ നമ്മളൊന്ന് നമ്മുടെ തണലിൻ്റെ ഒരു മെമ്പറാണ് സെയ്ഫുവിൻ്റെ മകൻ MBBS ആയി ഇപ്പോഴാണ് ആയത്. അപ്പോൾ ഷഹാബസിനെ ആദരിക്കണം എന്നുള്ള രീതിയിൽ അത് തീരുമാനിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഈ രാജേഷ് നമ്മുടെ ഒരു മകനാണ്. അപ്പോൾ രാജേഷിനോട് പറഞ്ഞപ്പോൾ രാജേഷ് വരാം, ലീവില്ല, എന്നാലും ഞാൻ എങ്ങനെ ലീവ് എടുത്ത് വരാം. നിർഭാഗ്യം അവന് ലീവൊക്കെ അനുവദിച്ചു. പക്ഷേ മിനിഞ്ഞാന്ന് മുതൽ നല്ല പനിയാണ്. എറണാകുളത്ത് നാൾ വന്നിട്ടില്ല, അത് എത്താൻ പറ്റില്ല. എന്നൊന്ന് കാലത്തുകൂടി വിളിച്ച് കരഞ്ഞ് പറഞ്ഞു എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വരണമെന്ന്. അപ്പോൾ അത് എന്താ ചെയ്യുക, നമുക്ക് വേറെ വേദിയിൽ അവനെ കാണാം. അവനും അമ്മയും ആദരിക്കണം നമ്മൾ തീരുമാനിക്കുകയാണ്. പിന്നെ നിഷാന്ത് ചിലപ്പോൾ ഇവിടെ കിഴപ്പിള്ളിക്കരാരും ചിലപ്പോൾ അറിയുന്നത് വരില്ല, വത്സേട്ടനൊക്കെ അറിയാൻ പറ്റും. ഞാൻ 8ാം വാർഡ് മെമ്പറായിരിക്കുമ്പോൾ നിഷാന്തിൻ്റെ അമ്മേനെയും അമ്മൂമ്മേനെയും പരിചയപ്പെടുന്നു. 8ാം വാർഡിലെ ഒരു വീടുണ്ട്. അപ്പോൾ രാധേച്ചി വളരെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബം, അവിടെ മിച്ചഭൂമി കോളനിയിൽ താമസിക്കുന്നു. അപ്പോൾ രാധേച്ചി എൻ്റെ വോട്ടറാണ്, ഞാൻ അവിടെ വോട്ട് ചോദിക്കാൻ ചെന്നു. അങ്ങനെ പിന്നെ ജയിച്ചു, അവിടെ മെമ്പറായി. അപ്പോൾ ആ കോളനിയിൽ ചെല്ലുമ്പോൾ നമ്മൾ രാധേച്ചിയുടെ വീട്ടിൽ ചെല്ലും. അപ്പോൾ രാധേച്ചി ആയിട്ട് നമുക്ക് വലിയൊരു അടുപ്പം വരാൻ കാരണം രാധേച്ചി ഞങ്ങളുടെ നെടുന്തൂണായ ഈ വത്സേട്ടൻ്റെ കാറ്ററിംഗ് അവിടെ ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ എന്നൊക്കെ അവിടെ കാണുന്നുണ്ടാവും. രാധേച്ചൊരു വത്സേട്ടൻ്റെ അവിടെ കണ്ടല്ലോ ജോലിനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബന്ധം പ്രവൃത്തി. അങ്ങനെ വരുമ്പോൾ 2 പെൺമക്കളാണ്. അമ്പിളിയുടെ പെരുമാറ്റം വർത്താനൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇളയ സഹോദരിയെ പോലെ എനിക്ക് എന്ന് ഫീൽ ചെയ്തു. വളരെ കൃത്യമായി തുറന്ന കാര്യങ്ങൾ പറയുന്ന ഒരു കുട്ടി. അയാളുടെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വളരെ ബുദ്ധിമുട്ടി പഠിച്ച് ഭർത്താവിന് ഒരു ഹൃദ്രോഗിയാണ്, കൂടുതൽ ജോലി കാണപ്പെട്ട ജോലികൾ ചെയ്യാൻ കഴിയില്ല. വളരെ ബുദ്ധിമുട്ട് വീടുകളിൽ എന്നോട് പറയാറുണ്ട്. എനിക്ക് പറയുന്നതിന് ഒരു അഭിമാനക്കുറവില്ല, ഏത് ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട്. വീട്ടുകളിൽ പണിക്ക് പോയി കഷ്ടപ്പെട്ട് ആ അമ്മ ചെയ്യുന്ന കഷ്ടപ്പാട് ആ മകൻ മനസ്സിലാക്കി എൻട്രൻസ് എഴുതി MBBS എടുത്ത് ജയിച്ചാണ് നിഷാന്ത്. ഇപ്പോൾ നമ്മുടെ അശ്വിനി ഹോസ്പിറ്റലിൽ RMO ആയിട്ട് തൽക്കാലം കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഈ അശ്വിനി ക്ലിനിക്കിലൊക്കെ ജോലി. അപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് MD എടുക്കണം, MD എടുക്കാനായിട്ട് എൻട്രൻസ് എഴുതാനുള്ള പൈസ ഒന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ജോലി ചെയ്ത് വീട്ടിൽ പുസ്തകങ്ങൾ കളക്ട് ചെയ്തിരുന്ന് പഠിച്ചിട്ട് MDക്ക് എൻട്രൻസ് എഴുതാനാണ് പറഞ്ഞു. അവരുടെയൊക്കെ ആ ത്യാഗവും ആ മുന്നോട്ട് പോകാനുള്ള ത്വരയൊക്കെ കണ്ടപ്പോഴാണ് അവരെ കൂടി നമുക്ക് ഈ വേദിയിൽ ആദരിക്കണം. അമ്പിളികൾ വന്നിട്ടുണ്ട്, വരാമെന്നോട് പറഞ്ഞിരുന്നു. രാധേച്ചി അമ്പിളി വന്നിട്ടുണ്ടായിരിക്കും, ഞാൻ കണ്ടില്ല. അവരെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തണം വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വേദിയിൽ ഉപയോഗിച്ചത്. നമുക്കറിയാം, തണലിൻ്റെ ഒരു
പരിപാടി നമ്മളിങ്ങനെ കുട്ടി ഘോഷിച്ച് പന്തലിട്ട് മൈക്ക് വെച്ചൊന്നും ചെയ്യാറില്ല. നമ്മൾ എല്ലാ മാസം ഇവിടെ പരിപാടികളുണ്ട്. നമ്മൾ വർഷങ്ങളായി HIV രോഗികൾക്ക് പോഷകാഹാരം കൊടുക്കലും കൗൺസിലിംഗ് നടത്തലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യലും ഒരു 49 കുടുംബം നമ്മൾ ദത്തെടുത്ത് അവരെ പരിപാലിച്ചു പോന്നിരുന്നതാണ്. പിന്നീട് സ്വയം പര്യാപ്തതയിലെത്തുന്ന ആളുകൾ ഒഴിവാക്കും. കോവിഡ് കാലത്ത് കുറച്ച് പേര് കുടുംബം തന്നെ ഇനി ബാക്കിയില്ലാത്ത രീതിയിൽ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്ന അവർ രണ്ടുപേരും മരിച്ചു പോയ സ്ഥിതി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇപ്പോഴും നമ്മളായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. നമ്മൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏറ്റവും അടിത്തട്ടിൽ അവർക്ക് പുറത്തു വന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വേവലാതികളുള്ള ആളുകളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല. തണൽ എന്ന് പറഞ്ഞാൽ അറിയില്ല. പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടായി കുറേ തണലുകളുണ്ട്. അത് കേൾക്കുമ്പോൾ ജോലിനെ കണ്ടില്ല. അത് ഞങ്ങളുടെ തണലല്ല, ഞങ്ങൾക്ക് അങ്ങനെ പബ്ലിസിറ്റി ഉള്ള പരിപാടികളില്ല. ഈ തണലിനുള്ള പേര് നമുക്ക് അശോകൻ ചെരുവിലാണ് നിർദ്ദേശിച്ചത്. അത് രജിസ്റ്റർ ചെയ്യാൻ പോയി പറഞ്ഞു, ജോലിയായിട്ട് അതൊന്നല്ലേ, നിങ്ങളുടെ പ്രവാള് നമ്മുടെ ചെവി രോഗികളുടെ കുടുംബസംഗമത്തിൽ വരാറുള്ളതാണ്. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് തണൽ എന്നുള്ള പേര് നിങ്ങൾക്ക് വേണ്ട. ഇവിടെ കുറേ ആൾക്കാർ തണൽ എന്ന് പറഞ്ഞിട്ട് ഉടായ്പ പരിപാടി നടത്തുന്ന ആളുകളുണ്ട്. നിങ്ങൾ തണൽ വെക്കുന്നുണ്ട്, ആളാണ് ഞങ്ങൾക്ക് അത് തണലിൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത് തന്നത്. വേദിയിലും സദസ്സിലുമായിട്ട് ഇരിക്കുന്ന എല്ലാ ഇഷ്ട വ്യക്തികൾക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ജോയേട്ടൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് വരണമെന്നൊരു പറഞ്ഞിരുന്നു. പക്ഷെ അമ്മയ്ക്ക് നല്ല പനിയാണ്, അപ്പോൾ അതുകൊണ്ട് വരാൻ സാധിച്ചിട്ടില്ല. അമ്മ കൂടെ ഉണ്ട്. ഇപ്പോൾ പ്രസംഗിക്കാനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എല്ലാവരും ഇവിടെ നേരത്തെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ ഇപ്പോൾ നടന്നു വരുന്ന ഈ ഔഷധക്കഞ്ഞി വിതരണം വളരെ ഭംഗിയായിട്ട് തന്നെ ഇനി വരും കാല ദിവസങ്ങളിൽ നടന്നു പോരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ നല്ല മനസ്സുണ്ടാവുള്ളൂ, എന്നാലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബാക്കി നമ്മുടെ ഈ ആരോഗ്യം നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ പല എന്താ പറയുക, നമ്മളുടെ ഇപ്പോഴത്തെ ഭക്ഷണശീലിയും കാര്യങ്ങളെ പറ്റിയൊക്കെ നേരത്തെ സംസാരിച്ചു. അതൊക്കെ മാറി പഴയ കാലത്തിലോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് കുറേ പേർക്ക് മനസ്സിലായി കാണും. അപ്പോൾ തുടർന്നും ഈ തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വർക്കുകളൊക്കെ ഗംഭീരമായിട്ട് തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കിഴിപ്പള്ളിക്കാരക്കാർക്ക് ഈ പറഞ്ഞ പോലെ അധികാരർക്ക് അറിയാൻ ചാൻസ് ഇല്ല. പക്ഷെ ഞാൻ പഠിച്ചത് എൻ്റെ 2, 3, 4 ക്ലാസ്സുകളൊക്കെ പഠിച്ചത് ഇവിടെ പന്തളങ്ങര സ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ടാണ് പഴു സ്കൂളിലോട്ട് പോയതും. പിന്നെ താനും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയി 5 കൊല്ലത്തെ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് അതിനുശേഷം ഡോക്ടറായിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് അശ്വിനി മെഡിക്കൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആറുമായിട്ട്. അപ്പോൾ ഇങ്ങനൊരു വിജയം എനിക്ക് സത്യം പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റാത്തതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അച്ഛന് ഹാർട്ട് പേഷ്യൻ്റാണ്. അമ്മ മാത്രമാണ് പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. അമ്മ അതും ഒരു വീട്ടു ജോലിയൊക്കെ ചെയ്തിട്ടാണ് എന്നെ എത്രയും നിലയിലാക്കിയിട്ടുള്ളത്. അപ്പം അതിൽ ആദ്യമായി തന്നെ ഒരു സപ്പോർട്ട് അമ്മയ്ക്ക് അപ്പോൾ ആ നേരത്ത് ഒന്നും അറിയില്ലായിരുന്നെങ്കിലും അമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതും ഈവൻ വീട് വെക്കാൻ വരെ സഹായിച്ചതും നമ്മുടെ ജോയേട്ടനാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ജോയേട്ടനോട് അതിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിയിരുന്നു. പിന്നെ ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയ അംഗീകാരത്തിന് എൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ ഈ നാട്ടുകാരൊക്കെ രക്ഷിതാക്കളും എല്ലാവർക്കും ഈ എന്താ പറയുക ഈ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.